ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരെ വളഞ്ഞ് സൈന്യം. 3 ഭീകരരെയാണ് കിഷ്ത്വാറിലെ സിംഗ്പോര മേഖലയിൽ സൈന്യം വളഞ്ഞത്. മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഇതെപ്പോഴാണ് സംഭവം? ഇപ്പോഴും ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണോ? ഇപ്പോഴും ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് ഈ കിഷ്ത്വാറിലെ സിംഗ്പോര മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 3 ഭീകരർ ആ പ്രദേശത്ത് കുടുങ്ങിയതായാണ് ഇപ്പോൾ സൈന്യം നൽകുന്ന സൂചന. സൈന്യത്തിന്റെ പാരാ സ്പെഷ്യൽ ഫോഴ്സസിലെ സൈനികരാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഈ മേഖല വളയുകയും ഊർജിതമായ തിരച്ചിൽ ആ മേഖലയിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനം ആഘോഷം പ്രമാണിച്ച് ഈ ജമ്മു കാശ്മീരിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ കൂടുതൽ സുരക്ഷാ വിന്യാസവും സുരക്ഷാ നിരീക്ഷണവും ഒക്കെ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഈ കിഷ്ത്വാർ മേഖലയിൽ ഈ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. തുടർന്നാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സസിലെ ഈ സൈനികർ അവിടെ എത്തി ആ മേഖല വളയുകയും ഇപ്പോൾ ഊർജിതമായ പരിശോധനകൾ നടത്തി വരികയും ചെയ്തിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഭീകരരാണ് ഈ മേഖലയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഭീകരർക്ക് ആ മേഖല വിട്ടുപോകാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും ഇപ്പോൾ സുരക്ഷാ സേന അടച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് ആർക്കെങ്കിലും പരുക്ക് പറ്റിയോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ബാലഗോപാൽ? ഈ ഓപ്പറേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പങ്കുവച്ചിട്ടില്ല. കാരണം ഈ മേഖലയിൽ ഈ കനത്ത പാരാ സ്പെഷ്യൽ ഫോഴ്സസിന്റെ ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ആ മേഖലയിൽ വളഞ്ഞുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓൺഗോയിങ് ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിടുന്നത് വരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നിലവിൽ സൈന്യത്തിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ സൈനികർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കോ അല്ലെങ്കിൽ ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള നഷ്ടമോ ഉള്ളതായി നമുക്ക് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. ഏതായാലും ഈ ഓപ്പറേഷൻ്റെ പൂർത്തിയാകുമ്പോൾ സൈന്യം അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം നൽകുന്നതായിരിക്കും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ 3 സൈനികർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ മേഖലയിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ശരി, ബാലഗോപാലാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിലാണ്, കിഷ്ത്വാറിലാണ് സൈന്യം ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ കിഷ്ത്വാറിലെ സിംഗ്പോര മേഖലയിൽ സൈന്യം വളഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ തിരച്ചിൽ ഊർജിതമായി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ഭീകരർക്ക് ആ മേഖല വിട്ട് പുറത്തു പോകാതിരിക്കാൻ പഴുതടച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സൈനികരുടെ ഭാഗത്ത്.